ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നതിന്റെ തയ്യാറെടുപ്പുകളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവർ ഓൾറെഡി നമ്മളെ വീട്ടിലേക്ക് ഫ്രൈഡേ അക്കുനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സൺഡേ ലഞ്ച് അവിടെ നിന്നാക്കാന്ന് പറഞ്ഞു. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിന്നറിനൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഓരോരോ കാരണം കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വരികയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും പോകാമെന്ന് കരുതി. സൺഡേ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ 4 o'clock ആയിട്ടുണ്ട് കേട്ടോ ടൈം. ലേറ്റ് ആവാൻ കാരണം വേറെ ഒന്നുമല്ല, സൺഡേ ആയതുകൊണ്ട് തന്നെയും പിന്നെ ഇന്നലെ മൂവിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറേ ലേറ്റ് ആയിട്ട് ഉറങ്ങിയത് കൊണ്ടും നമ്മൾ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റു. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു എല്ലാവരെയും കുളിയും തന്നെയൊക്കെ കഴിഞ്ഞിട്ട് പോകാന്ന് കരുതിയപ്പം അക്കുതാ ഉറക്കം പിടിച്ചു. അപ്പോൾ അക്കുവിന്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറാണ് കേട്ടോ. അക്കുവിന്റെ സ്വഭാവം ഭയങ്കര മോശമായിട്ടായിരിക്കും. അപ്പൊ പിന്നെ ശരിയെന്ന് കരുതിയിട്ട് അവൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ദാ ഈ ഒരു ടൈം ആയിട്ടോ. സൺഡേ ആണെങ്കിലും റോഡിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ അടുത്തായതുകൊണ്ട് ഹെൽമെറ്റ് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ പോലീസ് പിടിച്ചു ഗൈസ്, നമ്മളെ പിടിച്ചു. അതിന്റെ ഇടയിൽ നിന്ന് ബുസ്താന് എങ്ങനെയൊക്കെയോ വഴുതി രക്ഷപ്പെട്ടു കേട്ടോ. എന്തായാലും നന്നായി, അല്ലെങ്കിൽ അവർ പൈസ ഈടാക്കും എന്തായാലും. അപ്പൊ അതാ നമ്മൾ നമ്മളെ സ്വന്തം അജാസിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയതെന്ന് അറിയാമല്ലോ. പിന്നെ ദാ അക്കുനെ എടുത്ത് നമ്മൾ ദാ അവരെ വീട്ടിലേക്ക് കയറിപ്പോ ദാ നമ്മളെ നോക്കി നിൽക്കാൻ കേട്ടോ. പാവം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബുസ്തം ഫസ്റ്റ് ടൈം ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് ബുസ്താനും ഭയങ്കര നാണായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഇവരുടെ സൺഡേസ് എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ അബൂക്കൊക്കെ ഉള്ള ഒരു ടൈമിലാണെങ്കിൽ ഇവരെല്ലാവരും സൺഡേ എവിടെയെങ്കിലൊക്കെ വല്ല കുന്നും മലയും കയറാനൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ പിന്നെ അബൂക്ക എവിടെ ഇല്ല, എല്ലാവരും ഓരോരോ വഴിക്കായത് കാരണം ഫാമിലി ടൈം ആണല്ലോ. സൺഡേസ് ഒക്കെ ഇപ്പൊ ആനന്ദനും ഫാമിലി ടൈം ആണ്. അപ്പൊ അതാ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ബിൻസി അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് അജാസിന്റെ വൈഫ് ബിൻസി. ഇതാണ് നമ്മുടെ ക്യൂബവുമായിട്ടിരിക്കുന്നതാണ് നമ്മളുടെ അനസ്, അജാസിന്റെ അനിയനാണ് കേട്ടോ. അത് നമ്മൾ നേരത്തെ വന്നിട്ടൊരു പരിചയമുണ്ട് നമുക്ക്. ആ ഒരു പരിചയത്തിന്റെ ഒരു തവണ നമുക്ക് പിന്നെ ഒരാളെ കണ്ടാൽ മതിയല്ലോ, നമ്മൾ അവരെ അപ്പം തന്നെ കമ്പനി ആവുമല്ലോ. ഞങ്ങളെ കണ്ടതിന്റെ പേരിൽ ക്യൂബ ആണെങ്കിൽ ഭയങ്കര ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളെ പോലീസ് പിടിച്ച കഥയൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിന്റെ കൂട്ടത്തില് ഇവർ രണ്ടാളും ഒന്ന് ഫ്രണ്ട്സ് ആവാൻ വേണ്ടി നോക്കുക. അഞ്ചേന്റെ പട്ടീനെ പേടിയായത് കാരണം അജേട്ടൻ തന്നെ ഭയങ്കര പേടിച്ചിട്ട് തുടങ്ങി. അപ്പൊ അജാസ് പറയണ്ടേടാ, നീ പേടിക്കുന്ന കാരണമാണ് അവന് പേടിക്കുന്നത്, നീ കൂളായിട്ട് ഇരിക്കുക, അവൻ നിന്നെ സ്മെല്ല് ചെയ്ത് കഴിയുമ്പം അവന് നീയായിട്ട് കമ്പനി ആകുന്നു. ആദ്യമൊക്കെ അക്കു കുറച്ച് മടിയായിരുന്നെങ്കിലും പിന്നെ മെല്ലെ മെല്ലെ ഇവരെ ഇതായി. ഇവിടെ ഇപ്പൊ അക്കുവിനെക്കാട്ടിലും പൊസസീവാണ് ക്യൂബോ എന്ന് പറയുന്നത്. അജാസും ബെൻസി ആയിട്ട് കുട്ടീനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിണങ്ങി നടക്കുക, അതൊക്കെയാണ് കേട്ടോ ഇവന്റെ ഒരു പരിപാടി. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളുടെയൊക്കെ പോലെ തന്നെയാണ് നമ്മളുടെ പെറ്റ്സും. നമ്മളായിട്ട് കുറെ ക്ലോസ് ആയി കഴിയുമ്പോൾ അവർ വേറെ ആൾക്കാരുമായിട്ട് ക്ലോസ് ആകാൻ വിടത്തില്ല. നമ്മളെ ഒരു പേരന്റ് പോലെയാണല്ലോ അവരുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളുടെ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ. നമ്മളുടെ അനസാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് ബിരിയാണി ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഓൾറെഡി അങ്ങനെ ബീഫ് അധികം കഴിക്കാത്ത ഒരാളാണ്, പക്ഷെ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുട്ടൻ ബിരിയാണി എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്, ഇതിന്റെ പേര് പറഞ്ഞത്. ബീഫിന്റെ ചെറുത് മൂരിയില്ലേ, അതിന്റെ ബിരിയാണിയാ. അപ്പൊ ആ പേരില് അഞ്ചേട്ടൻ കുട്ടൻ ബിരിയാണി എന്ന് ഞങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലല്ലോ. കുറെ അവരെ കളിയാക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇവരെല്ലാരും കൂടി ഒരു റൗണ്ട് കാരംസ് കളിക്കാന്ന് കരുതിയിട്ടിരുന്നിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു 7:30-8 മണിയോടുകൂടി ഇതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവർക്കും സങ്കടം, ഞങ്ങൾക്ക് സങ്കടം പോകുന്നതില്ല കേട്ടോ. ഭയങ്കര ഒരു കുറെ നാളിന് ശേഷം വന്നെങ്കിലും നമുക്ക് നമ്മുടെ ഒരു സെക്കൻഡ് ഹോം പോലെയാണിത് ഇവിടെ വന്നു കഴിയുമ്പോൾ കേട്ടോ. ഇതാ നമ്മളെ ടാറ്റ തരാൻ വേണ്ടി ക്യൂബ മുകളിൽ നിന്ന് നോക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു സൺഡേ ഭയങ്കര ഹാപ്പി ആയിട്ട് ഉണ്ടെങ്കിൽ